അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അനീമിയ ഉണ്ടാകുന്നത് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിമ്പിൾ ടെസ്റ്റാണ് ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ CBC ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് ഒരു 9 മാസത്തിനും 12 മാസത്തിനും ഇടയ്ക്ക് കുട്ടികളുടെ എല്ലാം ഹീമോഗ്ലോബിൻ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ്. അത് ഒരു വളരെ നല്ല റെക്കമെൻഡേഷനാണ്. അതുകൊണ്ട് നമുക്ക് അനീമിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും എത്രയും നേരത്തെ ചികിത്സ തുടങ്ങുകയും ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി ചികിത്സിക്കേണ്ടത്? ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രമല്ലേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചാണ് ഡോക്ടർ അയണിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തരുന്നത്. അത് വലിയ കുട്ടികളാണെങ്കിൽ ടാബ്ലറ്റായിട്ട് കഴിക്കാം, ചെറിയ കുട്ടികളാണെങ്കിൽ സിറപ്പോ ഡ്രോപ്സോ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പിന്നെ അയൺ ഡ്രോപ്സോ സിറപ്പോ ടാബ്ലറ്റോ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചായയുടെ കാപ്പിയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ല, പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഫുഡ് കഴിച്ച് ഒരു 1.5 മണിക്കൂറിന് ശേഷം